വർഷങ്ങൾക്ക് ശേഷം ഡയറക്ടഡ് ബൈ വിനീത് ശ്രീനിവാസൻ. ഈ സിനിമ ഈസ് മോസ്റ്റ്ലി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. രണ്ട് ഫ്രണ്ട്സിന്റെ കൂട്ടായ്മ, തകർച്ച, പിന്നെ ഒരു ബ്യൂട്ടിഫുൾ റീയൂണിയൻ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അകത്ത സിനിമ അത് ഞാൻ എന്നും എൻജോയ് ചെയ്തിട്ടുള്ളൂ. അതെൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പിക് തന്നെയാണ്. ഈ രണ്ട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് എന്നെ സിനിമയിലോട് കൂടുതൽ അട്രാക്ട് ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് വിനീത് ശ്രീനിവാസൻ ഡയറക്ടറും. ഞാൻ അങ്ങനെ എപ്പോഴും ഫീൽ ഗുഡ് മൂവീസിന്റെ ഫാനൊന്നും അല്ല, പക്ഷേ വിനീത് ശ്രീനിവാസൻ സിനിമകളുടെ മാജിക് ഞാൻ എന്നും എപ്പോഴും എൻജോയ് ചെയ്തിട്ടുള്ളൂ. അത് എന്തോ ഒരു മാജിക് ഉണ്ട് ആ ഒരു പേഴ്സന്റെ കയ്യിൽ. ഈ സിനിമ അങ്ങനെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പും കഴിഞ്ഞുപോയ കാലഘട്ടവും കാണിച്ചിരിക്കുന്നത്. ആ പഴയ കാലത്തിന്റെ ആ ഒരു ഭംഗി, പ്യൂരിറ്റി, ഇത്രയും മെസ്മറൈസിംഗ് ആയിട്ട് ഞാൻ ഈ അടുത്ത് വേറെ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല. പ്രൊഡക്ഷൻ ഡിസൈൻ ടോപ്പ് നോച്ച്. ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, സെറ്റ് ഡിസൈൻ എല്ലാം. ഈ സിനിമയുടെ തുടക്കം മുതൽ നമ്മൾ ആ ഒരു കാലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഭാഗമാവണം. അതിന് അതിലോട്ട് തന്നെ വളരെ മനോഹരമായിട്ട് സ്റ്റോറി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ. നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് കിട്ടുക. ആ റൈറ്റിംഗ് സൈഡിലാണെങ്കിലും ആ ടോപ്പിക്കിലാണെങ്കിലും പിന്നെ ആ എസ്തെറ്റിക് മേക്കിംഗ് ക്വാളിറ്റി നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് സൈഡ് നോക്കുകയാണെങ്കിലും റിയൂണിയൻ സൈഡ് നോക്കുകയാണെങ്കിലും ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാൻ സാധിക്കും. വിനീത് ശ്രീനിവാസൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ റിമെയിൻസ് എ ബെസ്റ്റ് ഡയറക്ടർ. പിന്നെ ഫീൽ ഗുഡ് ജോണറിലും കുറെ പുതുമ കൊണ്ടുവന്ന് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ നെക്സ്റ്റ് ബെസ്റ്റ് പോസിറ്റീവ് തിങ് ഇസ് അമൃത് രമനാഥിന്റെ മ്യൂസിക്. ഇറ്റ്സ് ട്രൂ ദാറ്റ് വിനീത് ശ്രീനിവാസന്റെ ലേറ്റസ്റ്റ് സിനിമകളായ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഹൃദയത്തിലാണെങ്കിലും ആ പണ്ട് ഷാൻ റഹ്മാൻ തന്ന ആ മാജിക്കൽ മ്യൂസിക് ഒന്നുമില്ല. ആ റിപ്പീറ്റ് വാല്യൂ അധികം കിട്ടുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു ഹോൾ ആംബിയൻസിന് ചേർന്ന ഒരു ഗംഭീര മ്യൂസിക് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അമൃത് വളരെ നല്ല നമ്മളെ ലയിച്ചു കൊണ്ടുപോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും കേട്ടിരിക്കാൻ പറ്റിയ സോങ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ വിശ്വജിത്ത്. നല്ല ഇതിലെ ഒരു ഫീൽ ഗുഡ് സിനിമകൾ കാണുന്ന എല്ലാ ബ്യൂട്ടിയും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് വിത്ത് ദ ബ്യൂട്ടിഫുൾ വിഷ്വൽസ്. എഡിറ്റിംഗ് വളരെ നീറ്റ് ആയിരുന്നു ബൈ രഞ്ജൻ അബ്രഹാം. പിന്നെ ഇതിലെ കോസ്റ്റ്യൂംസ് ആൻഡ് മേക്കപ്പ് ഒരു അടിപൊളി ടീം തന്നെ കൈകാര്യം ചെയ്തിരിക്കണം. ആ കാലം മാറുന്നതുകൊണ്ട് തന്നെ വളരെ മെച്യൂർ ആൻഡ് ആപ്റ്റ് ആയിട്ട് തന്നെ അതിൽ ഓരോ കോസ്റ്റ്യൂംസും മേക്കപ്പ് ഒക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കമ്മിങ് ബാക്ക് ടു ദ മെയിൻ പെർഫോമൻസസ്, ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലിനെ ബേസ് ചെയ്താണ് ഈ ഹോൾ സിനിമ. ആൻഡ് അവർ രണ്ടുപേരും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും ആ കാലഘട്ടം മാറുന്നതുകൊണ്ട് തന്നെ വളരെ മെച്യൂരിറ്റി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പ്രണവ് നമ്മൾ എടുത്തു പറയണം, ബിക്കോസ് ഹി ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ആസ് ആൻ ആക്ടർ. എസ്പെഷ്യലി ദേഷ്യപ്പെടുന്ന സീനും ഇമോഷണൽ സീനും കണ്ടാൽ മതി, വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ 3 എക്സലന്റ് ക്യാമിയോസ് ആണ്. നിവിൻ പോളിയും അജു വർഗീസ്, ബേസിൽ ജോസഫ്. ഇവർ 3 ഒരു അടിപൊളിയായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. നല്ല കലക്കം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറെയും കുറച്ച് ക്യാമിയോസ് ഉണ്ട്. അതൊക്കെ ഈ ഒരു കേക്കിന് നല്ല ബ്യൂട്ടിഫുൾ ഐസിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല സർപ്രൈസിങ് എലമെന്റ് തന്നെയാണ്. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പ്രണവ് കല്യാണിയുടെ ഒരു സീൻ ഉണ്ട്. ഒരു സീരിയസ് സിറ്റുവേഷൻ ആണ്. അവിടെ റൈറ്റിങ്ങിന് ഒരു ഫോൾട്ട് കണ്ടു. സെക്കൻഡ് ഹാഫിലും അവരുടെ കോംബോ സീൻ ഒട്ടും അങ്ങോട്ട് അൺകൺവിൻസിങ് ഒരു ഇമ്പാക്ട് തരാത്ത രീതിയിലാണ് ഫീൽ ചെയ്തത്. മൊത്തത്തിൽ വളരെ മാജിക്കൽ, മ്യൂസിക്കൽ, ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വിനീത് ശ്രീനിവാസൻ സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം.